ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ പ്രദർശിപ്പിച്ചുള്ള വമ്പൻ സർക്കാർ അനുകൂല റാലി നടത്തി ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലാണ് വമ്പൻ റാലി നടന്നത്. ഇറാന്റെ സൈനിക ശേഷി തകർത്തെന്ന ട്രംപിന്റെ വാദങ്ങൾക്കിടെയാണ് ശക്തിപ്രകടനം നടന്നത്. അതേസമയം ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേൽ യുഎസിന്റെ ഉപരോധം തുടരുന്നിടത്തോളം കാലം ഹോർമുസ് തുറക്കുന്നത് അസാധ്യമാണെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗേർ കാലിബാഫ് വ്യക്തമാക്കി. യുഎസ് നേവി ഹോർമുസിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ റവല്യൂഷണറി ഗാർഡ് സ്പീഡ് ബോട്ടുകളും മറൈൻ ഡ്രോണുകളും നിലയുറപ്പിച്ചിട്ടുണ്ട്. ഹോർമുസ് കടന്ന ഒരു കപ്പലിൽ നിന്ന് പിരിച്ചെടുത്ത ടോൾ തുക ഇറാനിയൻ സെൻട്രൽ ബാങ്കിൽ നിക്ഷേപിച്ചെന്ന് പാർലമെന്റ് വൈസ് സ്പീക്കർ ഹമീദ് റേസ ഹാജി ബാബി അവകാശപ്പെട്ടു. എന്നാൽ ഈ ടോൾ എന്ന് എപ്പോൾ ആരിൽ നിന്ന് പിരിച്ചു തുടങ്ങിയ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ഇതിനിടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇറാനിയൻ എണ്ണയുമായി ചൈനയിലേക്ക് പോയ കപ്പൽ യുഎസ് പിടിച്ചെടുത്തു. മജസ്റ്റിക്സ് എക്സ് എന്ന കപ്പലാണ് ഇന്നലെ ശ്രീലങ്കയ്ക്കും ഇന്തോനേഷ്യയ്ക്കും ഇടയിൽ വെച്ച് പിടിയിലായത്. ഹോർമുസിൽ കപ്പലുകൾ തകർക്കാൻ ഇറാൻ സ്ഥാപിച്ചിരിക്കുന്നത് സ്മാർട്ട് നേവൽ മൈനുകളാണെന്നും ഇവ പൂർണ്ണമായി നീക്കാൻ 6 മാസത്തോളം വേണ്ടിവരാമെന്നും യുഎസ് ഇന്റലിജൻസ് റിപ്പോർട്ട്. സെൻസറുകളുടെ സഹായത്താൽ കാന്തിക വലയങ്ങൾ, ജലമർദ്ദ വ്യതിയാനം എന്നിവ തിരിച്ചറിയുന്ന ഇത്തരം മൈനുകൾ GPS സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്നു. വിദൂര പ്രദേശത്തു നിന്നും ഇവയെ ആക്ടിവേറ്റ് ചെയ്യാൻ കഴിയും. യുഎസിന്റെ ഉപകരണങ്ങൾക്ക് ഇത്തരം മൈനുകളെ കണ്ടെത്തി നിർവീര്യമാക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കുമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി. ഹോർമുസിൽ മൈനുകൾ സ്ഥാപിക്കുന്ന ഏതൊരു ബോട്ടിനെയും തകർക്കാൻ യുഎസ് നേവിക്ക് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശം നൽകി. യുദ്ധക്കപ്പൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളും ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെക്സേത്തുമായുള്ള ഭിന്നതയുമാണ് കാരണം. സമാധാന ചർച്ച താറുമാറായതിനു പിന്നാലെ യുദ്ധക്കളമായി ഹോർമുസ് കടലെടുക്കുക. ഹോർമുസ് കടക്കാൻ ശ്രമിച്ച ഭീമൻ ചരക്ക് കപ്പലുകൾ തടഞ്ഞ് അതിലേക്ക് ഇരച്ചു കയറുന്ന കമാൻഡർമാരുടെ ദൃശ്യങ്ങളും ഇറാൻ പുറത്തുവിട്ടു. ബുധനാഴ്ച പിടിച്ചെടുത്ത എപ്പാമിനോണ്ടസ് MSC ഫ്രാൻസെസ്ക കപ്പലുകളിലെ ദൃശ്യങ്ങളാണിവ. മുഖംമൂടി ധരിച്ച് റൈഫിളുകളുമായി സ്പീഡ് ബോട്ടുകളിലെത്തിയ റവല്യൂഷണറി ഗാർഡ് കമാൻഡോമാർ കപ്പലിലേക്ക് കടന്ന് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നതും നിയന്ത്രണം കൈക്കലാക്കുന്നതും വീഡിയോയിലുണ്ട്. യുഎയിലെ ഖലീഫയിൽ നിന്ന് ഗുജറാത്തിലെ മുദ്രയിലേക്ക് പുറപ്പെട്ടതാണ് എപ്പാമിനോണ്ടസ്. അതിനിടെ ഹോർമുസിലെ ഉപരോധത്തെ ചൊല്ലി ഇറാനും യുഎസും തമ്മിലുള്ള തർക്കം കൂടുതൽ സംഘർഷത്തിലേക്ക് കടക്കുമെന്ന ആശങ്ക. ഹോർമുസിൽ കഴിഞ്ഞ ദിവസം ഇറാൻ 3 കപ്പലുകൾ ആക്രമിക്കുകയും 2 കപ്പലുകൾ പിടിച്ചെടുക്കുകയും ചെയ്തതോടെ മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തി. ഹോർമുസിൽ തടസ്സം നിൽക്കുന്ന ഏത് ബോട്ടും വെടിവെച്ച് വീഴ്ത്താൻ നാവികസേനയോട് ഉത്തരവിട്ടതായി ട്രംപ് ട്രൂ സോഷ്യലിലൂടെ വ്യക്തമാക്കി. ഹോർമുസിലെ ഇറാന്റെ നാവികസേനാ ബോട്ടുകൾ തകർക്കാനാണ് ട്രംപിന്റെ നിർദ്ദേശം. ഇറാന്റെ കപ്പലുകളിൽ 159 എണ്ണം ഇതിനോടകം തന്നെ കടലിനടിയിലാണ്. നമ്മുടെ മൈൻ സ്വീപ്പറുകൾ കടലിടുക്ക് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന പ്രവൃത്തി 3 ഇരട്ടിയാക്കാനും ഉത്തരവിട്ടതായി ട്രംപ് കുറിച്ചു. ഹോർമുസിൽ തങ്ങൾക്ക് പൂർണ്ണ നിയന്ത്രണമുണ്ട്. US നാവികസേനയുടെ അനുമതിയില്ലാതെ ഒരു കപ്പലിനും പ്രവേശിക്കാനോ പുറത്തു പോകാനോ കഴിയില്ല. ഇറാനുമായി കരാറിലെത്തുന്നതുവരെ ഇത് അടച്ചിരിക്കുകയാണെന്നും ട്രംപ് വ്യക്തമാക്കി. കൂടാതെ ഇറാൻ നേതൃത്വത്തിനുള്ളിൽ ഭിന്നതയുണ്ടെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന അലി ഖമേനിയുടെ മകൻ മുജതബ ഖമേനി രംഗത്തെത്തി. രാജ്യത്ത് നിലനിൽക്കുന്ന ശക്തമായ ഐക്യം ശത്രുക്കളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുവെന്നും ജനങ്ങളുടെ മനസ്സിനെ ലക്ഷ്യം വെച്ചുള്ള ശത്രുവിന്റെ മാധ്യമ യുദ്ധം പരാജയപ്പെടുമെന്നും അദ്ദേഹം എക്സിലൂടെ പ്രതികരിച്ചു. അമേരിക്ക-ഇസ്രയേൽ ആക്രമണത്തിന് ശേഷം ആദ്യമായാണ് മുജതബ ഇത്തരം ഒരു സന്ദേശം പുറത്തുവിടുന്നത്. അതേസമയം ഇറാനിൽ തീവ്രവാദികളെന്നോ മിതവാദികളെന്നോ ഉള്ള വേർതിരിവില്ലെന്നും എല്ലാവരും വിപ്ലവകാരികളായ ഇറാനികളാണെന്നും പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ വ്യക്തമാക്കി. നേതൃത്വത്തിൽ വിള്ളലുകളുണ്ടെന്ന വാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ഒരു ദൈവത്തിലും ഒരു നേതാവിലും വിശ്വസിക്കുന്ന ഉരുക്കുതുല്യമായ ഐക്യത്തിലൂടെ ആക്രമണകാരികളെ ഖേദിപ്പിക്കാൻ ഇറാന് സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭരണകൂടവും ജനങ്ങളും ഒറ്റക്കെട്ടായി നിലകൊള്ളുമെന്നും അദ്ദേഹം ആവർത്തിച്ചു. ആക്രമണങ്ങളിൽ മുജതബ ഖമേനിക്ക് ഗുരുതരമായി പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. മുഖത്തും കൈകാലുകളിലും പരിക്കേറ്റ അദ്ദേഹം നിരവധി ശസ്ത്രക്രിയകൾക്ക് വിധേയനായതായാണ് വിവരം. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.